സെറ്റല്ലേ? രാഹുൽ 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 അവിടെ മിണ്ടുന്നില്ലല്ലോ. രാഹുൽ 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 രാഹുൽ. എല്ലാവർക്കും നമസ്കാരം. വൈബ് എന്ന് പറഞ്ഞാൽ ഇതാണ് വൈബ്. പാലക്കാടിന്റെ വൈബ്. നമ്മുടെ പ്രിയങ്കനായ സ്ഥാനാർത്ഥി ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കോൺഗ്രസിന്റെ നാവാണ്, ഐക്യജനാധിപത്യ മുന്നണിയുടെ നാവാണ്. ഇന്ന് മൂർച്ചയേറിയ നാവുമായി മറ്റൊരാൾ കടന്നു വന്നിരിക്കുന്നു. അത് മറ്റാരുമല്ല, സന്ദീപ് വാര്യർ. സന്ദീപ് വാര്യർ എന്ന് പറഞ്ഞൊരു പ്രിയപ്പെട്ട ഒരു വാക്കുണ്ട്, മനോഹരമായൊരു വാക്ക്. ये ट्रेलर है, पिक्चर अभी बाकी है. ഇനി മറ്റന്നാൾ കലാശക്കൊട്ട്, അത് കഴിഞ്ഞ് 23-ാം തീയതി യഥാർത്ഥ പൂരം, ഐക്യജനാധിപത്യ മുന്നണിയുടെ വിജയാഘോഷം. അത് കഴിഞ്ഞ് നമ്മളങ്ങ് തുടങ്ങുകയാണ്. എനിക്കൊരു സംശയമുള്ളത്, ഈ സന്ദീപ് വാര്യർ UDF-ലേക്ക് വന്നാൽ, കോൺഗ്രസിലേക്ക് വന്നാൽ, മാരാർജി ഭവനിലെ കരച്ചിൽ നമുക്ക് മനസ്സിലാക്കാം. AKG സെന്ററിൽ എന്തിനാണ് കരയുന്നത്? വടക്കേ ഇന്ത്യയിൽ കോൺഗ്രസ് എന്നൊരാൾ BJP-യിലേക്ക് പോയാൽ ആഹ്ലാദിക്കുന്നവർ, പടക്കം പൊട്ടിക്കുന്നവർ. BJP എന്നൊരാൾ കോൺഗ്രസിലേക്ക് വന്നപ്പോ എന്തിനാണ് ഇത്ര ദുഃഖം? BJP തളരുന്നത്, BJP തകരുന്നത് BJP-ക്ക് മാത്രമല്ല ദുഃഖമുള്ളത്, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് കൂടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ രണ്ട് കക്ഷികളെ കൂടി വിളിച്ചൊരു പേരുണ്ട്. എന്താ പേര്? CJP. ഇവരെ വേർപ്പെടുത്താൻ വൈദ്യശാസ്ത്രം വിചാരിച്ചാൽ പോലും സാധിക്കില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത്. പ്രിയപ്പെട്ട സന്ദീപിന് നമുക്ക് കൊടുക്കാനുള്ള ഒരു ഉറപ്പുണ്ട്. ഈ വേദിയിൽ തന്നെ നിങ്ങൾ നോക്ക്, ഈ സദസ്സിൽ നോക്ക്. ഇവിടെ ഹിന്ദുമത വിശ്വാസിയുണ്ട്, ഇവിടെ ക്രിസ്തുമത വിശ്വാസിയുണ്ട്, ഇവിടെ മുസ്ലിങ്ങളുണ്ട്, ഇവിടെ മതമുള്ളവനും ഇവിടെ മതമില്ലാത്തവനുമുണ്ട്. ഇവിടെ മതത്തിന്റെ പേരിൽ ഒരു വിഭാഗീയതയുമില്ല. മതം പറഞ്ഞ് തമ്മിലടിപ്പിക്കാൻ ഐക്യജനാധിപത്യ മുന്നണി ഉണ്ടാവില്ല എന്ന് നമുക്ക് ഉറപ്പ് കൊടുക്കാൻ കഴിയും. അതാണ് നമ്മൾ മുദ്രാവാക്യം വിളിക്കുക മാത്രമല്ല, നമ്മളത് ഹൃദയത്തിൽ പതിച്ചവരാണ്. അതോടൊപ്പം കാഫിർ സ്ക്രീൻഷോട്ട് പോലെ വ്യാജ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കുന്ന ഒരാളും ഈ മുന്നണിയിൽ ഉണ്ടാവില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഒരാളെ കൊന്നിട്ട് കൊല്ലാൻ പോയ ഇന്നോവ കാറിന്റെ പുറത്ത് മാഷാ അല്ലാഹ് എന്ന സ്റ്റിക്കർ ഒട്ടിച്ച് സാമുദായിക സ്പർദ്ധയുണ്ടാക്കുന്നവർ ഈ മുന്നണിയിൽ ഉണ്ടാവില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. സന്ദീപ് വാര്യർ എന്ന് പറഞ്ഞു, എനിക്ക് വലിയ ജാള്യതയുണ്ട് ഇക്കഴിഞ്ഞ കാലങ്ങളിൽ. വർഗീയത പറഞ്ഞ്, വിഭാഗീയത പറഞ്ഞതിന്റെ പേരിൽ എനിക്ക് ജാള്യതയുണ്ട്. അത് മതി, കാറ്റും വെളിച്ചവും കടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രിയപ്പെട്ട സന്ദീപ് വാര്യരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇനിയും ഒരുപാട് ആളുകൾ അവിടെയുണ്ട്. കാറ്റും വെളിച്ചവും അവരിലേക്കും കടക്കട്ടെ. നിങ്ങൾ അവരോട് തുറന്നു പറയൂ. ഭവർ മെഗ്വൻഷി എന്ന് പറയുന്ന ഒരു പഴയ RSS-കാരനുണ്ട്. അദ്ദേഹം RSS വിട്ടതിന് ശേഷം ഒരു പുസ്തകം എഴുതിയപ്പോ അതിനകത്ത് ഒട്ടനവധി കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അത് വായിച്ചപ്പോഴാണ് എത്രമാത്രം വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും പ്രത്യയശാസ്ത്രമാണ് ഈ കൂട്ടർ ഈ നാട്ടിൽ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്ന് നമുക്ക് ബോധ്യമായത്. വെറുപ്പിന്റെ കടയിൽ നിന്ന്, വെറുപ്പിന്റെ മാർക്കറ്റിൽ നിന്ന്, വെറുപ്പിന്റെ കമ്പോളത്തിൽ നിന്ന് സ്നേഹത്തിന്റെ കടയിലേക്ക് വന്ന ശ്രീ സന്ദീപ് വാര്യരെ UDYF ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ അതോടൊപ്പം നമ്മുടെ മാണിക്യ കൊട്ടാരത്തിലെ മാണിക്യമുത്ത്, ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി, UDYF-ന്റെ ചെയർമാൻ രാഹുൽ മാങ്കൂട്ടത്തിലെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒരു MLA എന്ന് പറഞ്ഞാൽ, ഇതുപോലൊരു MLA എനിക്കൊക്കെ എന്റെ മണ്ഡലത്തിലൊക്കെ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. എങ്കിൽ വൺ ആൻഡ് ഓൺലി ഷാഫി പറമ്പിലിനെ
ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങളുടെ MP ആണ് കേട്ടോ. അപ്പോ കോഴിക്കോട്ടെ MP ആണ്, വടകരയുടെ MP ആണ്. ഇനിയും ഒരുപാട് നേതാക്കന്മാർ, UDYFിന്റെ പ്രിയപ്പെട്ട നേതാക്കന്മാർ, RYFിന്റെ നേതാക്കന്മാരുണ്ട്, KSYFിന്റെ നേതാക്കന്മാരുണ്ട്, MLA മാരുണ്ട്, നാഷണൽ യുവജനതാദളിന്റെ നേതാക്കന്മാരുണ്ട്, യൂത്ത് ഫ്രണ്ടിന്റെ നേതാക്കന്മാരുണ്ട്. എല്ലാവരുടെയും പേരെടുത്ത് ഞാൻ സമയം കളയുന്നില്ല. സംസ്ഥാന ദേശീയ നേതാക്കൾ, യൂത്ത് ലീഗിന്റെ പ്രിയപ്പെട്ട ഫൈസൽ ബാബു അടക്കമുള്ള ഒട്ടേറെ നേതാക്കന്മാർ, വിഷ്ണുവേട്ടനുണ്ട്, അൻവർ സാദത്ത് ഉണ്ട്, ഒരുപാട് പ്രിയപ്പെട്ട MP